വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് കെ.സി. വേണുഗോപാൽ. കെ.സി. വേണുഗോപാലിനെ ഘടകകക്ഷികളെ കൊണ്ട് സമ്മർദ്ദത്തിലാഴ്ത്തി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് രമേശ് ചെന്നിത്തലയുടെയും വി.ഡി. സതീശന്റെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കെ.സി. വേണുഗോപാൽ തലസ്ഥാനത്ത് നിന്ന് മാറുകയാണെങ്കിൽ വി.ഡി. സതീശനും ക്ലെയിം ഉന്നയിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുകയും അതിലൂടെ മുഖ്യമന്ത്രിയാകാമെന്നുള്ള വ്യാമോഹത്തിലാണ് രമേശ് ചെന്നിത്തല. കുട്ടനും മുട്ടനും തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ഇടയ്ക്ക് നിന്ന് ചോര കുടിക്കുന്ന കുറുക്കന്റെ കൗശലമാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മുസ്ലിം ലീഗിനെ കൂടാതെ തന്നെ ഭരണം നടത്തുന്നതിനുള്ള കേവല ഭൂരിപക്ഷം കോൺഗ്രസിനും കേരള കോൺഗ്രസിനും കൂടെ ചേരുമ്പോൾ ഉണ്ടെന്നും അതിനാൽ മുസ്ലിം ലീഗിന്റെ ഭയപ്പെടുത്തൽ കോൺഗ്രസിനോട് വേണ്ട എന്നുള്ള സമീപനം കെ.സി. വേണുഗോപാലിൻ്റെ പക്ഷം മുസ്ലിം ലീഗിനെ അറിയിച്ചതായാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ കർണാടകയിൽ KMCCയുടെ നേതാക്കൾക്ക് പ്രമുഖ സ്ഥാനങ്ങൾ നൽകി മുസ്ലിം ലീഗിനെ ഒതുക്കാനുള്ള പരിപാടികളും അണിയറയിൽ ഒരുങ്ങിയിരിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ യാതൊരു കാരണവശാലും ഒരു രീതിയിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് കെ.സി. വേണുഗോപാൽ പക്ഷം അറിയിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്തു നിന്നും പോയ മുൻ KPCC പ്രസിഡന്റുമാരിൽ ഭൂരിപക്ഷം പേരും വേണുഗോപാലിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുപോലെ KPCC വൈസ് പ്രസിഡന്റുമാരും വേണുഗോപാലിന് അനുകൂലമായ നിലപാടുകളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ജനഹിതം എന്തൊക്കെയാണെങ്കിലും കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയുടെ ഭൂരിപക്ഷമനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകൂ എന്നുള്ള സന്ദേശം മല്ലികാർജുന ഖാർഗെയും രമേശ് ചെന്നിത്തലയും കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് വൈകിട്ടല്ലെങ്കിൽ നാളെ രാവിലെ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകും എന്നുള്ള വാർത്ത കേരളത്തിൽ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒറ്റവരി പ്രസ്താവനയിലൂടെ കെ.സി. വേണുഗോപാലിനെ പാർലമെന്ററി കമ്മിറ്റി നേതാവായി തിരഞ്ഞെടുത്തു എന്ന വാർത്ത ഇന്ന് വൈകിട്ടോ നാളെയോ എത്തുമെന്ന പ്രതീക്ഷയിലാണ് കെ.സി. പക്ഷം. സാഗ് ന്യൂസ്, തിരുവനന്തപുരം.